മൈ ഡിയർ വ്യൂവേഴ്സ്, ട്രിപ്ലൈറ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, മറ്റെല്ലാം വിട്ടേക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്, നിങ്ങളുടെ ആൻസിസ്റ്റർ നിങ്ങളോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കാലോ. നിങ്ങളുടെ പൂർവികർ നിങ്ങളോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു. എന്താണെന്ന് നോക്കിയാലോ. ടു ഓഫ് സോഡാണ് ബോട്ടം കിട്ടിയിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പം ആൻസിസ്റ്റർ പറയുന്നത്, ഒരു ഡെസ്റ്റിനിയിലുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു വ്യക്തിനെ തന്നെ ആൻസിസ്റ്റർ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട് നിങ്ങൾക്ക് ആൻസിസ്റ്റർ അയക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള വ്യക്തി തന്നെ എല്ലാ ഭാഗ്യവും എല്ലാ ഇതും നല്ല കർമ്മങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോകണമെന്നാണ് ആൻസിസ്റ്റർ പറയുന്നത് നിങ്ങളോട്. നിങ്ങൾ പാസ്റ്റിൽ സംഭവിച്ചതോർത്ത് ഇപ്പോഴും ദുഃഖിച്ചിരിക്കുന്നതായിട്ട് ആൻസിസ്റ്ററിന് മനസ്സിലാവുന്നുണ്ട്. എന്തോ പഴയ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള എന്തൊക്കെയോ ദുഃഖങ്ങൾ ഓർത്ത് എപ്പോഴും ദുഃഖിച്ച് മനസ്സിലിങ്ങനെ സംഘർഷടിച്ച് നിൽക്കുന്നത് ആൻസിസ്റ്റർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ പാടില്ല എന്നാണ് ആൻസിസ്റ്റർ നിങ്ങളോട് പറയുന്നത് കേട്ടോ. മനസ്സിലങ്ങനെ സംഘർഷം വെച്ച് ഇരിക്കുകയല്ല വേണ്ടത്. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ആ വേദനകളെല്ലാം മറന്ന് ആ വേദനകളെല്ലാം വിട്ടേക്കോ. നിങ്ങൾ പ്രായത്തിലും കൂടുതലായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെല്ലാം നല്ല പ്രവൃത്തികളായിട്ട് ആൻസിസ്റ്ററിന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമയം വീൽ ഓഫ് ഫോർച്യൂൺ കറങ്ങി വരുമ്പം അതിൻ്റെ ഒരു നല്ലൊരു ടൈമാകുമ്പം നിങ്ങൾക്കെല്ലാം നല്ലൊരു സക്സസ്സിലേക്ക്, വേൾഡ് തന്നെ നിങ്ങളെ അറിയപ്പെടുന്ന ഒരു നിലയിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്നു എന്നാണ് ആൻസിസ്റ്റർ നിങ്ങളോട് പറയുന്നത്. ഈ മനസ്സിൽ കാണുന്ന സംഘർഷം, എപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുക, പാസ്റ്റിൽ കഴിഞ്ഞു പോയ ദുഃഖങ്ങളെ ഓർത്തിട്ട്, പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിച്ചൊരു വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത്. പാസ്റ്റിൽ ഒരുപാട് ദുഃഖം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിനെ ഓർത്ത് ചകഞ്ഞെടുത്ത് ദുഃഖിക്കുക, മനസ്സിൽ ഇങ്ങനെ സംഘർഷമായിട്ട് കഴിയുക, അതിനെ വീണ്ടും എടുത്ത് നെഗറ്റീവായി ചിന്തിക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ വേദനകളെല്ലാം വിട്ടേക്കുക. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തികൾ ആൻസിസ്റ്റർ കാണുന്നുണ്ട്. പ്രായത്തിലും കൂടുതലായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ ആൻസിസ്റ്ററിനെ തന്നെ അഭിമാനം കൊള്ളുന്നു എന്നാണ് ആൻസിസ്റ്റർ പറയുന്നത്. നിങ്ങളുടെ പ്രായത്തിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, സ്പിരിച്വലായിട്ട് പിതൃബലി, കാക്കകൾക്ക് കുളിച്ച് നീറ്റായിട്ട് ഫുഡ് കൊടുക്കുക, ഇങ്ങനത്തെ പ്രവൃത്തിയെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ. നിങ്ങളൊരു സ്പിരിച്വലായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം അത് ആൻസിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. ആൻസിസ്റ്റർ ചെയ്തതിലും കൂടുതലായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്.
കുടുംബത്തിൽ മറ്റാരും ചെയ്യാത്ത പ്രവൃത്തികൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നത് ആൻസിസ്റ്റർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഓർക്കുമ്പം ആൻസിസ്റ്ററിന് അഭിമാനമാണ് നിങ്ങളെ ഓർക്കുമ്പം കേട്ടോ. അപ്പം നിങ്ങൾക്കുള്ള ഇതെന്ന് വെച്ചാൽ പാസ്റ്റിൽ കഴിഞ്ഞുപോയ വേദനകളെ ഓർത്ത് നിങ്ങൾ ദുഃഖിച്ചുകൊണ്ടേയിരിക്കുന്ന ആ ഒരു മനസ്സിൽ നിന്നുള്ള സംഘർഷം ഒഴിവാക്കാനാണ് ആൻസിസ്റ്റർ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് വഴിയിൽ വേൾഡ് തന്നെ നിങ്ങളെ അറിയപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ആൻസിസ്റ്റർ അത് കാണുന്നുണ്ട്. വേൾഡ് തന്നെ നിങ്ങളെ അറിയപ്പെടാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇതേപോലെ നല്ല പ്രവൃത്തികൾ നെഗറ്റീവിലേക്ക് പോകാതെ കണ്ട് ഇപ്പോൾ ഉള്ള ആ സ്പിരിച്വലായിട്ടുള്ള ആ പാതയിലേക്കൂടെ പോയി എല്ലാ വർക്കും അവനവന് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകാനാണ് ആൻസിസ്റ്റർ നിങ്ങളെ വഴികാട്ടിയായിട്ട് കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾ അനുഭവിച്ച വേദനകൾക്കെല്ലാം ഒരു സോൾവ് ആവാൻ പോകുന്നു എന്നാണ് ആൻസിസ്റ്റർ നിങ്ങളോട് പറയുന്നത്. സ്പിരിച്വലായി എല്ലാം ചെയ്യുന്നത് കാണുമ്പം, നിങ്ങൾ ചെയ്യുന്ന ആ ഒരു എല്ലാ പ്രവൃത്തികളും കാണുമ്പം ആൻസിസ്റ്ററിന് തന്നെ അഭിമാനമാണ്. വന്ന് കെട്ടിപ്പിടിച്ച് അനുഗ്രഹിക്കാനാണ് ആൻസിസ്റ്ററിന് തോന്നുന്നത്. അത്രയും നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാം സ്പിരിച്വലായിട്ടുള്ള പാതയെല്ലാം ആൻസിസ്റ്റർ ചെയ്തു പോയത് അതേപടി ഫോളോ ചെയ്യുന്ന, അതിലും കൂടുതൽ നിങ്ങളുടെ പ്രായത്തിലും കൂടുതലായുള്ള പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നത് കാണുമ്പം ആൻസിസ്റ്ററിന് സന്തോഷം കൊണ്ട് നിങ്ങളെ വന്ന് കെട്ടിപ്പിടിക്കാനും അനുഗ്രഹിക്കാനും തോന്നുന്നുണ്ട് ആൻസിസ്റ്ററിന് എന്നാണ് ആൻസിസ്റ്ററിന് ഇതൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. രാത്രി നിങ്ങൾ ഉറങ്ങുമ്പം വന്ന് കെട്ടിപ്പിടിച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്വപ്നങ്ങളിലൂടെ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വഴി പറഞ്ഞു തരുന്നുണ്ട്. അതിലൂടെ പോ, ഇത് ചെയ്യരുത്, അങ്ങനെയെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അത് സ്വപ്നങ്ങൾ നിങ്ങൾ ഓർത്തെടുക്കണം. നിങ്ങൾക്ക് തന്നെ ഇൻറ്റ്യൂഷനിലൂടെയും പറഞ്ഞു തരുന്നുണ്ട് ആൻസിസ്റ്റർ. നിങ്ങൾ ഉണരാൻ വൈകിയാൽ ഉണർത്തുന്നത് ആൻസിസ്റ്ററാണ്. എല്ലാ ആൻസിസ്റ്ററും നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആൻസിസ്റ്റർ. നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തണമെന്നാണ് ആൻസിസ്റ്റർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വളരെ സ്പിരിച്വലായിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ. അതാണ് ആൻസിസ്റ്ററിന് ഇത്രയും അഭിമാനമായിട്ട് തോന്നുന്നത്. അപ്പം നിങ്ങൾ പോകുന്ന ഇവിടെ ഹൈറോഫൻറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ പാരമ്പര്യമായിട്ടും എല്ലാം സ്പിരിച്വലായിട്ടുള്ള എല്ലാം ഫോളോ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. യൂണിവേഴ്സിനും എല്ലാം നിങ്ങൾ പ്രിയപ്പെട്ടവരാണെന്നുള്ളത് ആൻസിസ്റ്റർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൻസിസ്റ്ററിന് ഒരുപാട് അഭിമാനമാണ് നിങ്ങളെ ഓർക്കുമ്പോൾ. ഒരുപാട് സക്സസ്സിലേക്ക് നിങ്ങൾ പോകാനുള്ള വഴി തുറന്നു കിടക്കുകയാണ്. അപ്പം നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്ത് മനസ്സ് സംഘർഷമാവാൻ പാടില്ല എന്നാണ് ആൻസിസ്റ്റർ നിങ്ങൾക്ക് തരുന്ന ഉപദേശം. നിങ്ങളങ്ങനെ ഒരു നെഗറ്റീവിലേക്ക് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. വളരെ ധൈര്യമായിട്ട് പോയിക്കോ, ഞാൻ മാർഗനിർദ്ദേശമായിട്ട് കൂടെ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് 6 of Wands ആണ്. അറിയപ്പെടുന്നൊരു സക്സസ്സിലേക്കാണ് നിങ്ങൾ പോകുന്നത്. പ്രയത്നിച്ച് വിജയിക്കാനാണ് ആൻസിസ്റ്റർ നിങ്ങളോട് പറയുന്നത്. വെറുതെ ഇരിക്കുമല്ല വേണ്ട, പ്രയത്നിച്ച് വിജയിക്കണം. അഭിമാനമാണ് ആൻസിസ്റ്ററിന്. സ്ഥിരമായിട്ടുള്ള ഒരു ജയം, സന്തോഷം തന്നെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഡെസ്റ്റിനിയിലുള്ളൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ കാർമ്മികമായ എല്ലാ കർമ്മയും നിങ്ങൾ ഇതുവരെ ഒരുപാട് ദുഃഖവും കഷ്ടപ്പാടും എല്ലാം അനുഭവിച്ചൊരു വ്യക്തിയാണ്. അതെല്ലാം മാറി വേൾഡ് തന്നെ നിങ്ങളെ അറിയപ്പെടാൻ പോകുന്നു എന്നാണ് പറയുന്നത്. രാത്രി നിങ്ങൾ പല ദുസ്വപ്നവുമെല്ലാം കണ്ട് നിങ്ങൾ പൊട്ടിക്കരയുന്നൊരവസ്ഥയുണ്ട്. നിങ്ങൾക്ക് പഴയ കാര്യത്തെ ഓർത്തിട്ടും നെഗറ്റീവായ കാര്യങ്ങളെ ഓർത്തും വെറുതെ സമയം കളയുന്നത് അവസ്ഥയും ഉറക്ക് കളയുന്ന അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. അതൊന്നും പാടില്ല എന്നാണ് ആൻസിസ്റ്റർ നിങ്ങൾക്ക് തരുന്ന ഉപദേശം. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. എല്ലാം ഞാൻ കാണുന്നുണ്ട്, ഞാൻ കൂടെ ഉണ്ട് നിങ്ങളെ കൂടെ എന്നാണ് ആൻസിസ്റ്റർ നിങ്ങൾക്ക് തരുന്ന
നിങ്ങൾ എന്താണ് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നത് അത് എല്ലാം നടക്കാൻ പോകുന്നു എന്നാണ് ആൻസിസ്റ്റർ പറയുന്നത്. എന്ത് നല്ല കാര്യം സംഭവിക്കുമ്പോൾ അതിന് നന്ദിയുള്ളവരായിരിക്കണം, നന്ദി പറയണം യൂണിവേഴ്സോട്. ആര് നിങ്ങളെ വഴിയിൽ തടസ്സമായി നിന്നാലും, ആര് നിങ്ങളെ ഉപദ്രവിക്കാനും തടസ്സം നിന്നാലും, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു പവറുണ്ട്. ആ പവറിനെ നിങ്ങൾ അതിലേക്ക് എത്തിച്ചേരണം. ആ പവറിലേക്ക് മറ്റുള്ളവർ ആരെന്ത് നിങ്ങളെ തളർത്താനും പരാജയപ്പെടുത്താനും ശ്രമിച്ചാലും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയിലേക്ക് ആണ് നിങ്ങൾ പോവേണ്ടത്. ഒരു മാറ്റത്തിൻ്റെ ഒരു പ്രതീക്ഷയാണ് എല്ലാവരും ഇപ്പോൾ പാസ്റ്റിൽ അനുഭവിച്ച സംഭവങ്ങളെല്ലാം മറയാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നു എന്നാണ്. അത് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ടുള്ള പാതയിൽ ഒരു അബദ്ധവും വരുത്താതെ കണ്ട് പ്രതീക്ഷയോടുകൂടെ ഇരിക്കാനാണ് ആൻസിസ്റ്റർ നിങ്ങളോട് പറയുന്നത്. നല്ല ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മളുടെ പ്രവൃത്തിയിലേക്ക് ഫോക്കസ് ചെയ്യുക. എല്ലാം നമ്മളുടെ ഉള്ളിലുള്ള വികാരങ്ങളെ നിയന്ത്രിക്കുക. ക്ഷമയോടുകൂടെ എല്ലാ കാര്യവും ചെയ്യുമ്പം ക്ഷമയോടുകൂടെ ചെയ്യുക. എടുത്തു ചാടി ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല. എല്ലാത്തിനും ഒരു ക്ഷമ വേണം. നമ്മളെ മനസ്സിൽ മറ്റുള്ളവർ ഞാൻ വലുതാണ്, ഞാൻ ആരോ ആണ്, അങ്ങനത്തെ ചിന്തയൊന്നും പാടില്ല. എല്ലാത്തിനും ഈഗോ പാടില്ല. നമ്മളെപ്പോഴും ഒരു എളിമയോടുകൂടെ ആയിരിക്കണം. മറ്റുള്ളവരോട് സ്നേഹത്തോടെ, മറ്റുള്ളവർക്കും ഒരു സ്നേഹം കൊടുക്കുക, മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പാവുക, നമ്മളെക്കൊണ്ട് കഴിയുന്ന ഹെൽപ്പ്. നമുക്ക് ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ ഉള്ള ആ കഴിവ് മറ്റുള്ളവർക്കും ഒരു ഗുണം ചെയ്യണം. എന്തെങ്കിലും ഒരു ഹെൽപ്പ് നമ്മളൊക്കെ കൊണ്ട് കഴിയുന്നത് പാവങ്ങൾക്ക് വേണ്ടി ചെയ്യുക. അതാണ് നിങ്ങളുടെ ആൻസിസ്റ്റർ ആഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരുപാട് വേൾഡ് അറിയപ്പെടുന്നത് ഒരു രീതിയിലേക്കാണ് നിങ്ങൾ ഇനി ഒരു മിറാക്കിൾ സംഭവിച്ചുകൊണ്ട് പോകാൻ പോകുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കണം എന്നാണ്. അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു വഴിയാണ് നിങ്ങൾക്ക് ആൻസിസ്റ്റർ തുറന്നിട്ടിരിക്കുന്നത്. അപ്പം അതിനുവേണ്ടി ജാഗരൂകരായിരിക്കണം എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അത്രയും ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ അതുകൊണ്ട് കഴിഞ്ഞുപോയ കാലത്ത് സംഭവിച്ചതിനെക്കുറിച്ച്, പാസ്റ്റിൽ സംഭവിച്ച കാര്യത്തെ ഓർത്തിട്ട് ഒരിക്കലും ദുഃഖിക്കുകയോ മനസ്സിൽ സംഘർഷടിക്കുകയും അതിൻ്റെ ഒന്നും ആവശ്യകതയില്ല. അത്രയും ആൻസിസ്റ്റർ നിങ്ങളുടെ പ്രവൃത്തിയിൽ സന്തോഷത്തിൽ ഇരിക്കാം. നിങ്ങളെ വന്ന് കെട്ടിപ്പിടിക്കാനും, നിങ്ങളെ ഉറക്കത്തിലെല്ലാം വന്ന് ആൻസിസ്റ്റർ കെട്ടിപ്പിടിച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. ആൻസിസ്റ്ററിന് അത്രക്ക് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അത്ര സന്തോഷത്തിലാണ്. നിങ്ങളുടെ ഏജിനേക്കാളും കൂടുതലുള്ള പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഞാനും കൂടെ ഇത്രയും ചെയ്തിട്ടില്ല എന്നാണ് ആൻസിസ്റ്റർ പറയുന്നത് കേട്ടോ. ആൻസിസ്റ്റർ പോലും ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എങ്ങനെ ഇത്ര അറിവ് കിട്ടിയെന്നാണ് ആൻസിസ്റ്റർ ചോദിക്കുന്നത്. ചില കാര്യത്തിൽ നിങ്ങൾ പാസ്റ്റിൽ സംഭവിച്ചതിനെക്കുറിച്ച് ഭയങ്കര ഡള്ളാവുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു മിറാക്കിൾ സംഭവിച്ച് നിങ്ങൾ വേൾഡ് തന്നെ അറിയപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ, അതിനേക്ക് നിങ്ങൾ ഒരുങ്ങിയിരിക്കാനാണ് പറയുന്നത് കേട്ടോ. ബി, കണ്ണൂർ. അശ്വതി ആഗസ്റ്റ്. ഡ്രൈവർ പൂരുട്ടാതി. ആർ അനിഴം. അത്തം പി. തിരുവോണം കൊല്ലം. തിരുവാതിര നവംബർ. കണ്ണൂർ ജ. അവിട്ടം ഡാൻസർ. മകൈര്യം ജൂൺ. തിരുവനന്തപുരം യു. ജാൻവരി ആയില്യം. ഗൾഫ് ചതയം. എൻ ഇടുക്കി. ചിത്ര വി. സി വയനാട്. കൊല്ലം ഐ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. ഇതാർക്കെല്ലാം റെസനേറ്റ് ആവുന്നു എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.